നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതിന് പിന്നാലെ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് വേടൻ അതിൽ നിന്നെല്ലാം സ്വതന്ത്രനായിട്ട് വേടന്റെ പരിപാടികൾ ചെയ്തുകൊണ്ട് വേടൻ മുന്നിലേക്ക് കയറി പോകുമ്പോൾ വീണ്ടും കുരുപൊട്ടലുമായിട്ട് പല അധികം ആളുകളും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ RSS മുഖപത്രമായിട്ടുള്ള കേസരി വാരികയുടെ ഒരു പത്രാധിപനുണ്ട്, മുഖ്യ പത്രാധിപനുണ്ട്, NR മധു. ഈ മധുവിന് ഒരു കുരുപൊട്ടലുണ്ടായി. ആ കുരുപൊട്ടലുണ്ടായ എന്തിൻ്റെ പേരിലാണെന്ന് വെച്ചാൽ നമ്മുടെ വേടൻ്റെ ഒരു പാട്ടിലെ ഒരു 2 വരികളുണ്ട്. ആ വരികൾ ഇതാണ്: ആസിബയിൽ അരയുടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു. വേടൻ്റെ വരിയാണ്. അതായത് അമ്പലത്തിലിട്ട് 7 വയസ്സുകാരിയെ അതിക്രൂരമായി പീഡിപ്പിച്ച ചാണക സംഖ്യകളെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു കവിത പോലെയാണ് വേടൻ അത് പാടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന തന്തയില്ലാത്തവന്മാർ, RSSലുള്ള തന്തയ്ക്ക് മുൻപ് ഉണ്ടായവന്മാർ ചെയ്ത പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നതാണ് വേടൻ്റെ ആ വരികൾ എന്നുള്ളത് നമുക്കത് കേൾക്കുമ്പോഴേ അറിയാം. അത് കേരളത്തിലുള്ള സാമാന്യ ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം എന്തുകൊണ്ടാണ് വേടൻ ആ ഒരു കവിത എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. നമുക്കറിയാം വേടൻ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വേർതിരിവിനെ പറ്റിയും ജാതി വർണ്ണ വിവേചനത്തിനെ പറ്റിയൊക്കെയാണ് വേടൻ്റെ കവിതകളെല്ലാം പ്രതിപാദിക്കുന്നത്.